ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ ബുള്ളറ്റ് ട്രെയിൻ സംരംഭത്തെ സാമ്പത്തിക സമന്വയത്തിന് കുതിപ്പ് നൽകുന്ന പദ്ധതിയായി കാണണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക പുറത്തുവിടാതെ ഗസ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ. മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് നാളെ ശബരിമല നടയടയ്ക്കും. ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടി സംപ്രേഷണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രാദേശിക ഭാഷയിൽ മൻ കി ബാത്ത് കേൾക്കാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 200 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ദക്ഷിണ മേഖലാ ക്യാമ്പസ്, എൻഡിആർഎഫിന്റെ 10ാം ബറ്റാലിയൻ ക്യാമ്പസ്, സുപോളിലെ RRC 9ാം ബറ്റാലിയൻ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ ഷാ നിർവഹിക്കും. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ പുതിയ സംയോജിത ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിനും അദ്ദേഹം തറക്കല്ലിടും. ഇന്ത്യൻ സഹകരണത്തോടെ ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന് തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പേര് നൽകുന്നതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധത്തിന്റെ പ്രതീകമായാണ് കേന്ദ്രത്തിന്റെ പുനർനാമകരണം. രാജ്യത്തിന്റെ മഹത്തായ തത്വചിന്താ പൈതൃകത്തിന്റെയും തമിഴ് സംസ്കാരത്തിന്റെയും അടയാളമാണ് തിരുവള്ളുവർ കൃതികളെന്ന് പ്രധാനമന്ത്രി തിരുവള്ളുവർ ദിനത്തിൽ അനുസ്മരിച്ചിരുന്നു. രാജ്യത്തിന്റെ ബുള്ളറ്റ് ട്രെയിൻ കേവലം ഒരു ഗതാഗത സംരംഭം മാത്രമല്ലെന്നും സാമ്പത്തിക സമന്വയത്തിന് കുതിപ്പ് നൽകുന്ന പദ്ധതിയായി നോക്കിക്കാണണമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മഹാരാഷ്ട്രയിലെ താനെയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ ടണലിന്റെ നിർമ്മാണം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ऑलरेडी बहुत अच्छी प्रोग्रेस पे है. जितनी नदियां हैं उन नदियों के ऊपर ब्रिज बहुत अच्छी प्रोग्रेस में है और जितने स्टेशंस हैं सारे के सारे स्टेशंस की प्रोग्रेस बहुत अच्छी है. बीकेसी में जो स्टेशन है वो अपने आप में एक बहुत बड़ी इंजीनियरिंग की मिसाल रहेगा. जमीन के नीचे 10 मंजिल की बिल्डिंग रहेगी और जमीन के ऊपर 60 मंजिल की बिल्डिंग रहेगी. वो इस तरह से उसका डिजाइन है कंप्लीट. देश के लिए बहुत बड़ा गौरव की बात है कि ये सब टेक्नोलॉजी आज भारत में अपने ही लोग, अपने ही इंजीनियर्स इन सब कैपेबिलिटीज को ग्रहित कर. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ മുംബൈ, താനെ, സൂറത്ത്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ വ്യാപാര സാധ്യതകൾ വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പഞ്ചാബിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ അടുത്ത മാസം 14-ന് ചർച്ച നടത്തും. കാർഷിക വിളകൾക്ക് കുറഞ്ഞ താങ്ങുവില ഉറപ്പാക്കുന്നതിന് നിയമപരമായ ഉറപ്പ് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചണ്ഡിഗഡിലാണ് ചർച്ച നടക്കുന്നത്. 54 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദലേവാൾ ചർച്ചയുടെ തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മെഡിക്കൽ സഹായം സ്വീകരിക്കുന്നതിന് സമ്മതിച്ചു. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ നിരാഹാരം തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയുടെ ശിക്ഷ നാളെ വിധിക്കും. പ്രതി കുറ്റക്കാരനെന്ന് കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ആത്മീയ അനുഭവത്തിന്റെയും ഉത്സവമാണ് മഹാകുംഭമേളയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പല രാജ്യങ്ങളിൽ നിന്നായി ജാതി മത ഭേദമന്യേ ആളുകൾ ഇവിടെ എത്തുന്നു. ഇത് സാമൂഹിക ഐക്യത്തിന്റെ കൂടി സംഗമമാണെന്നും ഇന്നലെ പ്രയാഗ്രാജ് സന്ദർശിച്ച ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഇതുവരെ പുണ്യസ്നാനം നടത്തിയത് 7.72 കോടി തീർത്ഥാടകർ. ഇന്നലെ മാത്രം 42 ലക്ഷത്തിലധികം പേരാണ് പുണ്യസ്നാനം നടത്തിയത്. മഹാകുംഭ് നഗർ ഇന്നലെ സന്ദർശിച്ചത് ഏകദേശം 32 ലക്ഷം തീർത്ഥാടകരാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് പുരുഷ ടീമിന്റെ ഫൈനൽ പ്രവേശനം. നേരത്തെ ഇതേ വേദിയിൽ ദക്ഷിണാഫ്രിക്കയുമായി നടന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇന്ത്യൻ വനിതാ ടീമും ഫൈനൽ യോഗ്യത നേടിയിരുന്നു. നേപ്പാളാണ് ഫൈനലിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ എതിരാളികൾ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഹൈദരാബാദും ബംഗളൂരുവും സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗോവ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ മലേഷ്യൻ സഖ്യത്തോടാണ് പരാജയപ്പെട്ടത്. മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് നാളെ ശബരിമല നടയടയ്ക്കും. ദർശനം ഇന്നുവരെ മാത്രം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നാളെ രാവിലെ 6:30 ശേഷം ശബരിമല നടയടയ്ക്കും. ഇന്നുവരെയാണ് തീർത്ഥാടകർക്ക് ദർശനം നടത്താനാവുക. വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടൂ. ഇന്ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി പൂജയും നടക്കും. നാളെ രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്തേക്ക് തിരിക്കും. രാവിലെ 6:30 ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കും. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടികയിലെ 33 പേരുടെ വിവരങ്ങൾ പുറത്തുവിടാതെ ഗസ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇന്ന് നിലവിൽ വരുന്ന കരാറിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രായേലിന്റെ പ്രതികരണം. മോചിപ്പിക്കുന്നതിന് 24 മണിക്കൂർ മുൻപ് ബന്ദികളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന നിബന്ധന ഇതുവരെ പാലിച്ചില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ 8:30 മുതലാണ് ഗസ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. ആദ്യഘട്ടം 42 ദിവസം നീളും. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ വീട്ടിനുള്ളിൽ കടന്നുകയറി ആക്രമിച്ച കേസിൽ ആകാശ് എന്നയാൾ ഛത്തീസ്ഗഡിൽ പിടിയിൽ. മുംബൈ ഹൌറ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇയാളെ RPF ആണ് പിടികൂടിയത്. മുംബൈ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ ജമ്മുവിലെ രജൌരി ജില്ലയിലുണ്ടായ മരണങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അന്തർ മന്ത്രാലയ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു. ആരോഗ്യ, കുടുംബക്ഷേമ, കൃഷി, ജലവിഭവ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ സംഘത്തിലുണ്ടാകും. മൃഗസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ഫോറൻസിക് സയൻസ് വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും സംഘത്തെ അനുഗമിക്കും. അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അഭിമുഖം സംഘടിപ്പിക്കുമെന്ന് അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ അറിയിച്ചു. സാങ്കേതിക, സാംസ്കാരിക മേഖലകളിലെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വീക്ഷണമാകും അഭിമുഖത്തിലെ പ്രധാന പ്രമേയം. ഡിജിറ്റൽ ഭരണ നിർവഹണം, ശാസ്ത്ര സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങളും സംവാദത്തിന്റെ ഭാഗമാകും. സൈബർ ഭീഷണി, ഇന്റലിജൻസ്, ക്രിമിനൽ അന്വേഷണങ്ങളിൽ ഡിജിറ്റൽ ഫോറൻസിക്സ് എന്നിവയിൽ സഹകരണവും വിവരങ്ങൾ പങ്കുവയ്ക്കലും വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. യുഎസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്രയും US ആഭ്യന്തര സുരക്ഷാ ആക്ടിംഗ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റി കനേഗല്ലോയും വാഷിംഗ്ടൺ DC-യിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 50,000-ലധികം ഗ്രാമങ്ങളിലെ വസ്തു ഉടമകൾക്കാണ് ഭൂ അവകാശ രേഖകൾ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ ബുള്ളറ്റ് ട്രെയിൻ സംരംഭത്തെ സാമ്പത്തിക സമന്വയത്തിന് കുതിപ്പ് നൽകുന്ന പദ്ധതിയായി കാണണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക പുറത്തുവിടാതെ ഗസ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ. മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് നാളെ ശബരിമല നടയടയ്ക്കും. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.